നമുക്കിന്നൊരു പ്ലാന്റ് സെൽ ഒബ്സർവ് ചെയ്താലോ. അപ്പോൾ മിസ്സിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഓനിയൻ ആണ് ഉള്ളത്. ഈ ഒരു ഓനിയന്റെ ഉള്ളിലുള്ള സെൽസ് ആണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മിസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. നമുക്കൊരു ഓനിയൻ വേണം, പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഫോർസെപ്സ് വേണം, സിസേഴ്സ് വേണം, പിന്നെ ഒരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഒനിയനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു സ്ലൈഡ് വേണം, പിന്നെ സ്ലൈഡിന്റെ മേലെ വെക്കാനായിട്ട് നമുക്ക് കവർ സ്ലിപ്പ്, ഇതിൻ്റെ ഉള്ളിലുണ്ട് കവർ സ്ലിപ്പ്. ഓക്കെ, കവർ സ്ലിപ്പ് നമുക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ ഗ്ലിസറിൻ ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ 2 വാച്ച് ഗ്ലാസ് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഒന്നിൽ മിസ് ഇവിടെ സ്റ്റെയിൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എന്ന് പറയുന്നത് സാഫ്രാനിൻ എന്ന് പറയുന്ന സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെരിമെന്റിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ചെറിയൊരു പീസ് മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓനിയനെ നമുക്ക് പകുതിയാക്കി മുറിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഒരു ഒനിയൻ്റെ നമ്മൾ ഈ ഫ്ലഷി ലീവ്സ് എടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഏതെങ്കിലും ഒരു ലെയർ നമ്മൾ എടുത്താൽ മതി. ദെൻ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫോർസെപ്സ് എടുക്കുക. അതിന് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ എടുക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ലെയറാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, ആ ഒരു ഇന്നർ ലെയറാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ആ ഫോർസെപ്സ് കൊണ്ട് നമ്മളതൊന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉണ്ടോ, ഇത് സുഖമായിട്ട് ഇത് കിട്ടും. ഇതാണ് ഈ ഒരു ഇന്നർ എപ്പിഡെർമിസ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിത് എടുത്തു കഴിഞ്ഞു. ഇതാണ് നമുക്കിവിടെ ആവശ്യമുള്ള ആ ഒരു തിന്നായിട്ടുള്ള ലെയർ. ഓക്കെ, ഇതാണ് ഒനിയൻ പീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. ദെൻ അതിനുശേഷം ഇത്ര വലിയ പീസൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്യാം. ഒരു കുട്ടി പീസേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളത് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോകാതെ നോക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞു പീസിനെ നമുക്ക് ഈ ഒരു സ്റ്റെയിനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെയിനിൽ അത് കുറച്ച് ചേർന്ന് കിടന്നാൽ മതി. അപ്പോൾ തന്നെ അത് വേഗം കളർ പിടിക്കുന്നതായിരിക്കും. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ സ്ലൈഡ് നമ്മൾ എടുക്കുക. ഓക്കെ, സ്ലൈഡ് നമ്മൾ എടുത്തു. ദെൻ അതിനുശേഷം നമ്മുടെ ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിൻ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ഒരു ഡ്രോപ്പ് ഈ ഒരു സ്ലൈഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഈ ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്പെസിമെൻ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിനുശേഷം നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ട് വെച്ചിരുന്നത് നമ്മുടെ ആ ഒരു സ്പെസിമെനെ നമ്മൾ എടുക്കുക. ദെൻ അതിനുശേഷം എക്സ്ട്രാ സ്റ്റെയിൻ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ വാട്ടറിലേക്ക് മാറ്റാം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്യുക, നേരെ ഈ ഒരു ഗ്ലിസറിലേക്ക് നമ്മൾ സ്ലൈഡിലേക്ക് അതിനെ കൊണ്ടുവരാം. ദെൻ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കവർ സ്ലിപ്പ് എടുക്കുക. ഈ കവർ സ്ലിപ്പ് നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സ്പെസിമെനെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പിലൂടെ കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കവർ സ്ലിപ്പ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആ കവർ സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ഒരു നീഡിൽ ഇങ്ങനെ പിടിക്കുക. നീഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ ആ നീഡിലേക്ക് ഈ കവർ സ്ലിപ്പ് വെക്കുക. അതിനുശേഷം പതിയെ അത് വിടുക. ഓക്കെ, അപ്പം അത് നേരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതേ നമുക്ക് ഇവിടെ സ്ലൈഡ് റെഡിയായി. ഇനി എക്സസ് ആയിട്ട് നമുക്ക് സ്റ്റെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് നമുക്ക് തുടച്ച് മാറ്റിയെടുക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സ്ലൈഡിനെ നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ 10x പവർ വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ പവർ വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ 10x നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഈ ഒരു സ്ലൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് സെല്ലിൽ വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസും അതേപോലെ തന്നെ സൈറ്റോപ്ലാസും പിന്നെ അതേപോലെ തന്നെ പ്ലാന്റ് സെല്ലിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടിക കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയല്ലേ ഉള്ളത്. അപ്പോൾ അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് പ്ലാന്റ് സെല്ലിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ന്യൂക്ലിയസും അതേപോലെ തന്നെ സൈറ്റോപ്ലാസും ആ ഒരു സെല്ലിനെ പുറമേ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇനിയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെൽ ഓർഗനൽസ് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അതിന് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഓരോ സെൽ ഓർഗനൽസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്ലാന്റ് സെല്ലിൽ നമുക്ക് കാണാനുള്ളത്.